Good morning, dear students. Today I am going to teach you our 8th English Literature chapter, Lesson 8 Sea Creatures. This is a poem, and this poem was written by Mesh Goldish. In this poem, the poet talks about life under the deep blue sea. To go underwater, you have to wear a diving kit. The poet explores the different creatures under the sea like a snail, an oyster, an octopus and a shark. Further down, there are lanternfish that glow, an electric eel, a giant blue whale, a squid and a sponge. Life underwater is filled with interesting creatures. ഈ ചാപ്റ്ററിനകത്ത് പോയിട്ട് കടലിനടിയിലുള്ള ആനിമൽസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ്. വെള്ളത്തിൻ്റെ അടിയിലുള്ള അല്ലെങ്കിൽ കടലിൻ്റെ അടിയിലുള്ള ആനിമൽസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്രീച്ചേഴ്സിനെ കുറിച്ചാണ് ഈ പോയം ഫുള്ള് പറഞ്ഞേക്കുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ പോയം. ലുക്ക് അറ്റ് ദി ഫസ്റ്റ് സ്റ്റാൻസ. Come along, come with me, take a dive in the deep blue sea. Put on your gear, let's explore all the way to the ocean floor. Look at the first line. Come along, come with me. Take a dive in the deep blue sea. വേഗം വരൂ, നമുക്ക് കടലിൻ്റെ അടിയിലോട്ട് പോകാം. Come along, come with me. Take a dive in the deep blue sea. നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ അല്ലെ കടലിൻ്റെ അടിയിലോട്ട് നമുക്ക് ഡൈവ് ചെയ്യാം. Put on your gear, let's explore all the way to the ocean floor. Gear means kit for diving into the sea. നിങ്ങളുടെ ഗിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഡൈവിംഗ് ഡ്രസ്സ് നിങ്ങൾ വേഗം ധരിക്കുക. Put on your gear, let's explore all the way to the ocean. നമ്മൾ വെള്ളത്തിലോട്ട് കടലിൻ്റെ ഒക്കെ അടിയിലോട്ട് പോകണമെങ്കിൽ ഡൈവിംഗ് ഡ്രസ് ഉണ്ട്, അത് ധരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ കിട്ടത്തില്ല. അപ്പം ഓക്സിജൻ സിലിണ്ടർ ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അതുകൂട്ട് ഒരു ഗ്ലാസ് നമ്മൾ ധരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കണ്ണിനകത്ത് വെള്ളം കയറുന്നു. കടലിൻ്റെ അടിയിലുള്ള ക്രീച്ചേഴ്സിനൊക്കെ കാണാൻ പറ്റുമോ? വെള്ളത്തിനകത്ത് കണ്ണ് തുറക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടല്ലേ. അപ്പം നമ്മളതിന് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഗ്ലാസ് ഉണ്ട്, അത് ധരിച്ച് അതിൻ്റെ ഒരു സൂട്ടുണ്ട്, അത് ധരിക്കണം. അതുകൂട്ട് ഓക്സിജൻ സിലിണ്ടറും ഒക്കെ വേണം. Come along, come with me, take a dive in the deep blue sea. Put on your gear, let's explore all the way to the ocean floor. Second stanza. See that snail wrapped in curls. Look, an oyster wearing pearls. Watch the octopus, oh so dark. But don't you dare to pet the shark. See that snail wrapped in curls. സ്നെയിലിനെ നോക്കിയേ, അതിൻ്റെ പുറത്ത് ഔട്ടർ കവറിങ് നോക്കിയേ. ഇറ്റ്സ് കവേർഡ് ഇൻ സംതിങ്. എന്തോ അതിൻ്റെ പുറത്ത് ഇങ്ങനെ കവേർഡ് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോകുമ്പം ഈ പോയിട്ട് വെള്ളത്തിനടിയിൽ കാണുന്ന ഓരോ കാഴ്ചകളെ കുറിച്ചാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സീ ദാറ്റ്. ഫസ്റ്റ് എന്തിനെയാണ് കണ്ടത്? ഫസ്റ്റ് ഏത് ക്രീച്ചറിനെയാണ് കണ്ടത്? സ്നെയില്. സ്നെയിലിൻ്റെ പുറത്തോട്ട് നോക്കിയാൽ കവർ ചെയ്തേക്കുന്നത് കണ്ടോ? ലുക്ക് ആൻ ഓയിസ്റ്റർ വെയറിങ് പേൾസ്. ഓയിസ്റ്ററിൻ്റെ അകത്ത് എന്താണുള്ളത്? പേൾസ് ആണല്ലോ. ലുക്ക് ആൻ ഓയിസ്റ്റർ വെയറിങ് പേൾസ്. വാച്ച് ദ ഒക്ടോപ്പസ്, ഓ സോ ഡാർക്ക്. ഓ, ആ ഒക്ടോപ്പസിനെ നോക്കി, ഇറ്റ്സ് ഓ dark. But don't you dare to pet the shark. Don't you dare means used to tell somebody strongly not to do something. ഷാർക്ക് എങ്ങനെയാണ്? ഷാർക്ക് എങ്ങനെയാണ്? ഇറ്റ്സ് എ ഡേഞ്ചറസ് ആനിമൽ അല്ലേ? ഈ ഡൈവിങ്ങിന് പോകുന്ന ആൾക്കാരെയൊക്കെ അത് ഹേർട്ട് ചെയ്യും. ഇറ്റ്സ് എ ഡേഞ്ചറസ് ആൻഡ് ഇറ്റ് ഹേർട്ട് ദി ഡൈവേഴ്സ്. ഡൈവിങ്ങിന് പോകുന്ന ആൾക്കാരെ അത് ഹേർട്ട് ചെയ്യും. അതുകൊണ്ട് ഇറ്റ്സ് സോ ഡേഞ്ചറസ്. Dive on down, seaward bound, motion in the ocean is all around. Dive on down, seaward bound, motion in the ocean is all around. വീണ്ടും അടിയിലോട്ട് പോകാം. കടലിൻ്റെ അടിയിലോട്ട് പോകുമ്പോൾ പല ക്രീച്ചേഴ്സിനെ നമ്മൾ കാണും.
വീണ്ടും നമുക്ക് കടലിൻ്റെ ആ സീവേർഡ് ബൗണ്ട് മീൻസ് ഗോയിങ് ടു ദ സീ. വീണ്ടും നമുക്ക് ഇൻസൈഡിലോട്ട് ഡീപ്പായിട്ട് നമുക്ക് പോകാം, പുതിയ പുതിയ ക്രീച്ചേഴ്സിനെ കാണാം. Now we are very far below. The land and fish are all aglow. Is that a tiny shock you feel? You just met an electric eel. Now we are very far below. The land and fish are all aglow. അവിടെ land and fishനെ കാണാം. It's aglow means softly bright, glowing in the dark. ഇരുട്ടത്തും ഇങ്ങനെ ഗ്ലോ ചെയ്യും, തിളങ്ങിക്കൊണ്ടേയിരിക്കും. The land and fish are all aglow. Is that a tiny shock you feel? നിങ്ങൾക്ക് പെട്ടെന്നൊരു ഷോക്ക് അടിച്ചോ? Is that a tiny shock you feel? പെട്ടെന്ന് ഷോക്ക് അടിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടായോ? You just met an electric eel. നിങ്ങൾ എന്താണ് കണ്ടത്? ഇലക്ട്രിക് ഈലിനെയാണ് കണ്ടത്. ഇലക്ട്രിക് ഈലും കടലിൻ്റെ അടിയിലുള്ള ഒരു ആനിമലാണ്, അല്ലെങ്കിൽ ഒരു ക്രീച്ചറാണ്. അതിനെന്താണ്, അതിനെ ടച്ച് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് കറണ്ട് അടിക്കും. അതുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്, ഇസ് ദാറ്റ് എ ടൈനി ഷോക്ക് യു ഫീൽ? നിങ്ങൾക്ക് പെട്ടെന്ന് ഷോക്ക് അടിച്ചോ? യു ജസ്റ്റ് മെറ്റ് ആൻ ഇലക്ട്രിക് ഈൽ. Giant blue whales start to stir, bigger than dinosaurs ever were. Wave goodbye to the squid and sponge. This is the end of our deep sea plug. Giant blue whales start to stir, bigger than dinosaurs ever were. ഡൈനോസറിനെക്കാട്ടിലും വലുതായിട്ടുള്ള ജയന്റ് ബ്ലൂ വെയിൽസ് ആണ്. ഇറ്റ് സ്റ്റാർട്ട് ടു സ്റ്റർ. ഇറ്റ്സ് ബിഗർ ദാൻ, എന്തിനെക്കാട്ടിലാണ് വലുത്? ഇറ്റ്സ് ബിഗർ ദാൻ ഡൈനോസർ. Wave goodbye to the squid and sponge. This is the end of our deep sea plug. Wave goodbye to the squid and sponge. It's a small creature. Sponge and squid are small creatures. And this is the end of our deep sea plug. Sea plug means dive or jumping quickly into the water. നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റിൽ എവിടെ ചെല്ലും? ഏറ്റവും അങ്ങ് താഴെ ചെന്ന് കഴിയുമ്പോൾ സ്ക്വിഡിനെ സ്പോഞ്ചിനെ ഒക്കെ നമ്മൾ കാണും. This is the end of our deep sea plug. Dive on down, seaward bound. Motion in the ocean is all around. Dive on down, seaward bound. Motion in the ocean is all around. ഈ സ്റ്റാൻസ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാൻസയാണ്, അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്തേക്കാണ്. വീണ്ടും നമ്മൾ കടലിൻ്റെ അടിയിലോട്ട് ചെല്ലുകയാണെങ്കിൽ ഒരുപാട് ക്രീച്ചേഴ്സിനെ കാണും, ഒരുപാട് ആനിമൽസിനെ കാണും, ചുറ്റും വെള്ളമാണ്. So dive on down, seaward bound. Motion in the ocean is all around. Dive on down, seaward bound. Motion in the ocean is all around. I hope you enjoyed this class. Thank you, children.